ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. 100 കോടി തള്ളുകൾ ഇവിടെ പൊളിയുകയാണ്. മലയാളത്തിൽ 100 കോടി സിനിമകൾ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ നമുക്ക് പ്രൊഡ്യൂസർ അസോസിയേഷനിലെ സുരേഷ് അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഇതുവരെ മലയാള സിനിമ 100 കോടി എന്നുള്ള ആ ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിയതായി തോന്നുന്നില്ല. പലപ്പോഴായി പല ഡയറക്ടേഴ്സും 100 കോടി അടിച്ചു എന്ന് പറയുന്ന ചിത്രങ്ങൾക്ക് ഏറ്റവും ആദ്യം ലഭിച്ച ഒരു സിനിമയ്ക്ക് പറയുന്നത് 8 കോടിയോളം മാത്രമാണ് അദ്ദേഹത്തിന് പ്രോഫിറ്റ് കിട്ടിയതെന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം വേറെ സിനിമകൾ ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ അദ്ദേഹം തന്നെ അല്ലെങ്കിൽ സുരേഷ് തന്നെ എടുത്ത് പറയുന്നു, താരങ്ങൾ ആണ് 100 കോടി തള്ളുകൾ കൊണ്ടുവരുന്നത്. അവർ പറയിക്കുകയാണ്, ഫോഴ്സ് ചെയ്ത് പറയിക്കുകയാണ്. ഇവിടെ പ്രൊഡ്യൂസേഴ്സ് പലരും 100 കോടി അടിച്ചുവല്ലോ എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞത് അവർ ഫോഴ്സ് ചെയ്തിട്ട് പറയുകയാണ്. അവർ ഈ പറഞ്ഞ പോലെ ലോകത്തെമ്പാടും ഇറക്കിയെന്ന് പറയുകയും എന്നിട്ട് 100 കോടി അടിച്ചു എന്ന് പറയും. പക്ഷേ ഒരു പ്രൊഡ്യൂസറിൻ്റെ കീശയിലും കാശെത്തുന്നില്ല. ഒരു 100 കോടി ലഭിക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസറിന് ലഭിക്കുന്നത് വെറും 27 കോടി മാത്രമാണ്, ഗവൺമെൻറ്റിന് 30 കോടിയോളമാണ്. അങ്ങനെയാണ് അവർ കാര്യങ്ങൾ പറയുന്നത്. അതായത് ഇന്ന് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടത്തിൽ തന്നെയാണ് ഈ ഒരു മേഖല പോകുന്നതെന്ന് പറയുന്നു. പക്ഷേ സിനിമകൾ ഇഷ്ടത്തിന് ഇറങ്ങുന്നുണ്ട്. അതെല്ലാം നമ്മൾ കൂട്ടി വായിക്കേണ്ട കാര്യങ്ങളുമാണ്. എന്താണേലും 100 കോടി ഷെയർ വന്ന ഒരു മലയാള സിനിമ പോലും ഇല്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 100 കോടി ഷെയർ വന്നേക്കുന്ന ഒരു സിനിമയും ഇല്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗ്രോസ് ഏകദേശം 300-400 കോടിയിലേക്കൊക്കെ വേണ്ടി വരും എന്ന് തന്നെ പറയാം. അപ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണേലും താരങ്ങൾ ഫോഴ്സ് ചെയ്ത് പറയിപ്പിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന പല സിനിമകളും 100 കോടി അടിച്ചു എന്നൊക്കെ പറയുന്നത് വെറും ഫേക്ക് ന്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പ്രൊമോഷണൽ, ഫേക്ക് എന്ന് പറയേണ്ട കാര്യങ്ങളുമില്ല, പ്രൊമോഷണൽ ഫിഗേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. തങ്ങളുടെ സിനിമകൾക്ക് 100 കോടിയും 200 കോടിയും ഒക്കെ ഇടാം. അവസാനം കാശ് വരുമ്പോൾ ഇൻകം ടാക്സിൽ കാണിക്കുമ്പോൾ നമ്മുടെ പെട്ടിയിലേക്ക് വന്നേക്കുന്ന അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് വന്നേക്കുന്ന കാശ് അതിന് ടാക്സ് അടിച്ച് പോകുന്നു. അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ 100 കോടിയും അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് പോലെയുള്ള മാധ്യമങ്ങളിലൂടെ 200 കോടിക്ക് 200 കോടിയും എന്നൊക്കെ പറയിപ്പിച്ച് വരാം. അതിനിടയിൽ പല സിനിമകളും നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്തിനും ഒരു ED പിടിച്ചു കഴിഞ്ഞപ്പോൾ 250 കോടി നേടിയ സിനിമയ്ക്ക് 160 കോടിക്ക് താഴെയാണ് വേൾഡ് വൈഡ് കളക്ഷൻ വന്നതും. അതിൽ തന്നെ ഒരുപാട് പേർ തന്നെ പറയുന്നു കള്ളപ്പണം വെളുപ്പിക്കലുമൊക്കെ ആയിരുന്നു എന്നുള്ള നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ആ അംഗങ്ങളൊക്കെ കണ്ട മലയാളികൾ തന്നെയാണ്. എന്താണേലും ഇവിടെ വരുന്ന മാസങ്ങളിൽ, അതായത് ജൂൺ മുതൽ ആണ് പറയുന്നു എല്ലാ സിനിമയുടെയും കളക്ഷൻ പുറത്തുവിടും. അങ്ങനെയാണെങ്കിൽ അത് ഈ മാർച്ച് മുതൽ അങ്ങ് ആക്കിക്കൂടെ? അതിനെന്താണ് ഭയം എന്നുള്ളതാണ് ഒരു ചോദ്യം അങ്ങോട്ടുള്ളത്. അപ്പം പ്രൊഡ്യൂസർ അസോസിയേഷന് എത്രയും പെട്ടെന്ന് ചെയ്യാം. അവർ വെബ്സൈറ്റിലൂടെ വിടണമെന്നില്ല, ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വിട്ടാൽ മതി. വെബ്സൈറ്റ് ചെയ്ത് അതിലൂടെ അല്ലെങ്കിൽ യൂട്യൂബ് ചെയ്ത് അതിനകത്തിലൂടെയൊക്കെ കാര്യങ്ങൾ എമൗണ്ട് വരുന്നതിനേക്കാൾ നല്ലത്. കാരണം അതാണ് ജനങ്ങൾക്ക് വേണ്ടി, അല്ലാതെ വീണ്ടും തള്ളാനുള്ള ഒരു അവസരവും കൂടെ കൊടുക്കാതിരിക്കുക. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മലയാള സൂപ്പർ താരങ്ങളുടെ സിനിമകൾ 2 ഇറങ്ങുന്നുണ്ട്. അതിനെയൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൃത്യമായ കളക്ഷനിലൂടെ തന്നെ കൊണ്ടുപോകാൻ പ്രൊഡ്യൂസേഴ്സ് വിചാരിച്ചാൽ നടക്കും. അപ്പോൾ അതൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ജൂണിലേക്ക് പോകേണ്ട കാര്യങ്ങളില്ല. അതിനുശേഷം വരുന്ന കാര്യങ്ങളിലേക്കായിരുന്നു നല്ലത് നേരത്തെ ആവുക എന്നുള്ളതാണ്. എന്താണേലും മലയാള സിനിമ 100 കോടി കടന്നത് ഇപ്പോൾ നമുക്ക് വിശ്വസനീയമായത് 2024 ശേഷമാണ്. അതിന് മുമ്പുള്ളതൊക്കെ ഏറെക്കുറെ ഒരു പ്രൊമോഷണൽ ഫിഗേഴ്സ്, തള്ളെന്നൊന്നും ആരും പറയേണ്ട, പ്രൊമോഷണൽ ഫിഗേഴ്സ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതുതന്നെയാണ് ഇപ്പോൾ നമുക്ക് വെളിവാകുന്നതും. എന്താണേലും താരങ്ങൾ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പ്രൊഡ്യൂസേഴ്സ് പറയുമ്പോൾ പല താരങ്ങളും ഇതിനകത്തിലെ പ്രൊഡ്യൂസർമാരാണ് എന്നുള്ളത് നമുക്കറിയാം. എന്തിന് മോഹൻലാലും മമ്മൂട്ടിയും ഇന്ന് സിനിമ ചെയ്യുന്നത് അവർ തന്നെ പ്രൊഡ്യൂസേഴ്സായിട്ടാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ അറിയാം, അവരുമെല്ലാം ഇതിനകത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ അവരുടെ വാക്കുകൾക്ക് വേണ്ടി നമ്മൾ കാതോർത്തിരിക്കുകയാണ്. മമ്മൂട്ടിയോ മോഹൻലാലോ പറയുകയാണ് തങ്ങൾക്ക് ഈ സിനിമകളെല്ലാം നഷ്ടമെന്നാണെങ്കിൽ നമുക്ക് അത് പൂർണ്ണമായും വിശ്വസിക്കാം. പക്ഷേ ഇവരുടെ സിനിമകൾ ഇതുവരെ ഒരെണ്ണം പോലും നമുക്ക് പരാജയമെന്ന് തന്നെ പറയാനില്ല. അതായത് അവസാനം ഇറങ്ങിയ ബറോസ് വമ്പൻ പരാജയമാണ് എന്ന് നമ്മൾ വിധി എഴുതുമ്പോൾ അതിന് എല്ലാ രീതിയിലൂടെയും പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ ആ മുടക്കിയ മുതലിനേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ടാകുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ മമ്മൂട്ടിയുടെ ആണെങ്കിലും ഏത് സിനിമ ഇറങ്ങിയാലും അദ്ദേഹത്തിനും വിജയങ്ങൾ തന്നെയാണ്. എന്തിന് ഇവിടെ റിലീസായിട്ട് ഇറങ്ങുന്ന ചിത്രങ്ങൾ പോലും വിജയിച്ചു. കാരണം പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം അത് പിന്നീട് സാറ്റലൈറ്റും ഓവർസീസും ഒക്കെ ആയിട്ട് പോകാം. ഇതിനകത്തിൽ ഇവർ തന്നെ പറയുന്നുണ്ട് താരങ്ങൾ ഈ പറഞ്ഞ ഓവർസീസ് റൈറ്റ് പിടിച്ച് വാങ്ങിയെടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ കൂടുതൽ വാർത്തകൾക്കും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളുമൊക്കെ അതിനകത്തിൽ അപ്ഡേറ്റുകൾ ഉണ്ടാവും. അതിൽ ഇനി പരിശോധിക്കാം. ജൂൺ മുതൽ വരുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ ഒരു ഗുണമുണ്ടാക്കുന്നുണ്ട്. ബുദ്ധിജീവികൾ ചമയുന്ന നമ്മളുടെ ട്രാക്കേഴ്സിൻ്റെ നട്ടലൊടിക്കുന്ന ഒരു കാര്യം വരും. അതുപോലെ തന്നെ ഒരു വിഭാഗം ആളുകളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താരത്തെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കളക്ഷൻ പറയുന്ന ആളുകളെയും അത് നല്ല ലെവലിൽ ഒന്ന് മാറ്റാനുള്ള ഒരു ഗുണം ചെയ്യുമെന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഒന്ന് കളക്ഷൻ അറിഞ്ഞിട്ട് സാധാരണക്കാരെ നമുക്ക് ഗുണമൊന്നുമില്ല. പക്ഷേ നമ്മളുടെ എല്ലാവരുടെയും ആകാംക്ഷ എങ്ങനെയാണ്, നമ്മുടെ വീട്ടിലല്ലെങ്കിലും അടുത്ത വീട്ടിലൊന്ന് ഒളിഞ്ഞു നോക്കി കാര്യങ്ങൾ കാണുക, അവിടുത്തെ പ്രശ്നങ്ങൾ കാണുന്ന ആ ഒരു ചിന്താഗതി, അത് മനുഷ്യൻ്റെ ചിന്താഗതി തന്നെയാണ്. അത് കൊണ്ട് തന്നെ സിനിമ നല്ലതാണോ കൊള്ളാത്തതാണോ എന്നല്ല, അതിൻ്റെ കളക്ഷൻ നോക്കലാണ് നമ്മളുടെയൊക്കെ ചിന്ത. ആ ഒരു ചിന്തയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ കളക്ഷൻ ഡീറ്റെയിൽസ് അറിയാൻ നമ്മൾ ഒരുപാട് പേര് നോക്കി നിൽക്കുന്നത്. നിങ്ങളും ഞാനുമൊക്കെ അതിനകത്തിൽ പെടുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.